ഇന്ന് നമുക്കൊരു ചോറ്റുപാത്രം റെസിപ്പി കണ്ടാലോ? ഇതെൻ്റെ സ്വപ്നങ്ങളിലെ ചോറ്റുപാത്രമാണ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്, എൻ്റെ ഫേവറേറ്റ് കറികളെല്ലാം കൂടെ കൂട്ടി ഒരു ചോറ്റുപാത്രത്തിലാക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സ്വപ്നങ്ങളിലെ ചോറ്റുപാത്രമാണ്. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഹൈസ്കൂൾ വരെ എങ്ങാണ്ടൊക്കെ ഉച്ചക്കഞ്ഞി കിട്ടുമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും കറികളോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിരുന്നു. കഞ്ഞി നമ്മൾ സ്കൂളിൽ നിന്ന് കഴിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. അതിനുശേഷം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കൂട്ടുകാർ കൂടി ഇരിക്കും. അന്നൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് സമയമുണ്ട്, നമ്മൾ ആ ഒരു ബ്രേക്കിൻ്റെ സമയത്തായിരിക്കും എന്തെങ്കിലുമൊക്കെ പരിപാടി, എക്സ്ട്രാ കരിക്കുലർ. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് പോകേണ്ട വരും, നമുക്ക് അസൈൻമെൻറ്റ് വെക്കണം, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ മൊത്തം കഴിക്കാതെ കളഞ്ഞൊരു ഓർമ്മയൊക്കെ എനിക്കുണ്ട്. എന്നാലും നമ്മൾ കൂട്ടുകാർ കൂടി കറികളൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു. പിന്നെ കോളേജ് ആ ഒരു കാലഘട്ടത്തിൽ മൊത്തം ഹോസ്റ്റലിലെ ഫുഡായിരുന്നു. ഈവൻ നമ്മൾ ഒന്നെങ്കിൽ വന്ന് കഴിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇട്ട് തന്നു വിടുക, കൂടുതലും വന്ന് കഴിക്കുന്ന അങ്ങനത്തേക്ക് ഒരു ഇതായിരുന്നു. എനിക്കത് വലിയൊരു മെമ്മറിയൊന്നും അല്ല. നമ്മൾ മിക്കപ്പോഴും നിന്ന് ഹോസ്റ്റൽ ഫുഡിനെ കുറ്റം പറഞ്ഞായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്രോപ്പറായിട്ട് ഈ ഒരു ചോറ്റുപാത്രത്തിൽ കഴിക്കാൻ തുടങ്ങിയത് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു വർഷം നാട്ടിൽ ജോലി ചെയ്ത സമയത്താണ്. അന്നാണ് അമ്മ കെട്ടി തന്നുകൊണ്ടിരുന്ന ചോറ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചോറ്റുപാത്രത്തെ പറ്റിയുള്ള മെമ്മറികൾ എനിക്ക് പലതാണ്. കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു രുചി, ആ അടച്ച് വെച്ചിട്ടുള്ള രുചിയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നി. അപ്പം ഞാനത് ഉണ്ടാക്കി. ഞാൻ ഓവർ എക്സ്പ്രഷൻ ഇടുന്നതല്ല, ആക്ച്വലി ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കൊതിയൊക്കെ തോന്നുവാണെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക. ഇത് കഴിക്കുമ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും. അത് നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ബൈ.